ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC മലപ്പുറം ഇടുക്കി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും, ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ്, എന്താണ് അടുത്തൊരു എക്സാമിൽ PSC ഉദ്ദേശിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. അതായത് സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് 6 വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ PSC എന്ത് ചെയ്തിട്ടുണ്ട്, നിരന്തരമായി ഓരോ എക്സാമുകളിലും ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം എന്താണ്, ഒരേപോലെയുള്ള ചോദ്യങ്ങളൊന്നുമല്ല, പക്ഷെ എന്താണ്, ടോപ്പിക്സ് എല്ലാം സെയിം ആണ്. കാരണം ഹരിത വിപ്ലവം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1 മുതൽ 6 വരെയുള്ള ഈ പറയുന്ന സ്റ്റേജുകളിൽ ഇത്രയും ടോപ്പിക്കുകൾ ആവർത്തിച്ച് വന്നതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന 7ാമത്തെ സ്റ്റേജിനും ഇതിൻ്റെ ഒരു എന്താണ്, മറ്റൊരു വേർഷൻ ആയിരിക്കും നമുക്ക് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ചോദ്യങ്ങളുടെ സ്റ്റോക്കാണ് PSC എന്ത് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും എന്ത് ചെയ്യാനായിട്ടാണ് സാധ്യത, ഈ പറയുന്ന ചോദ്യങ്ങളിൽ നിന്നുള്ള, അതായത് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കാം അടുത്തൊരു എക്സാമിനും PSC എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. അതേപോലെ തന്നെ കോർ സബ്ജക്റ്റിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2021 മുതൽ 24 വരെയുള്ള ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും വന്ന ചോദ്യങ്ങൾ തന്നെയാണ് PSC എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേഞ്ചിലേക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PSC ഓരോ എക്സാമിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദ്യകർത്താവ് ഇനി എന്താണ് അടുത്തൊരു എക്സാമിന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇതേപോലുള്ള, അതായത് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ റാങ്ക് ഫയലൊക്കെ കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പെർഫോം ചെയ്യാവുന്ന തരത്തിലുള്ള കോർ സബ്ജക്റ്റിലെ ഏകദേശം ഒരു 24 മാർക്കിലേക്ക് എത്തി നിൽക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം നമുക്ക് കോർ സബ്ജക്റ്റിൽ നിന്നും. അതേപോലെ തന്നെ എന്താണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് ഇപ്പോൾ വരുന്നത്. അതേപോലെ തന്നെ എന്താണ്, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും എന്ത് തന്നെയാണ്, ഏകദേശം 12ഓളം ചോദ്യങ്ങൾ മാത്രമാണ് വരുന്നുള്ളൂ. അഗാധഘട്ടത്തിലേക്ക് ഊളിയിടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് SCRTയുടെ. ഇത് ആർക്കും കിട്ടാറുമില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ചില എക്സാമുകളിലെ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീഷനിലേക്കോ ക്യാൻസലേഷനിലേക്കോ പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത പോലെ തന്നെ ഏകദേശം നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 25ഓളം ചോദ്യങ്ങൾ, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഭയങ്കര ഹെവി ആയിട്ടുള്ള റാങ്ക് മേക്കിങ്ങും അതേപോലെ തന്നെ എന്താണ് SCRT NCRT ഡെപ്തും അതിൻ്റെ അകത്ത് അങ്ങ് കൊണ്ടുപോയി എന്ത് ചെയ്തേക്കാം, മാറ്റി വച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ വരുന്ന ഒരു എക്സാമിന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നും പഠിക്കാത്ത, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്, ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും പഠനം നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 50 മാർക്കെങ്കിലും, അതായത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിൽ എനിക്ക് ഉറപ്പായിട്ടും ലിസ്റ്റിൽ വരണം, എനിക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു തീവ്രമായിട്ടൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്രയും ടോപ്പിക്സ് ഞാൻ തരുന്ന 55 ഹോട്ട് ടോപ്പിക്സ് ആണ് കഴിഞ്ഞ എക്സാമുകളിൽ ഓരോ എക്സാമുകളിലും ആവർത്തിച്ച് വന്ന ടോപ്പിക്സ്. ഇതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മൊത്തമായിട്ടൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്താണ് നിലവിൽ PDF ഫയലായിട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റാപ്പിഡ് റിവിഷനിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിലുണ്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോന്നും വിശദമായിട്ട് ഇനി ഡിസ്ക്രൈബ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ചെറിയ, അതായത് ഏറ്റവും ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓടിച്ചൊന്ന് അടുത്ത ദിവസം വേണമെങ്കിൽ പറയാം. ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അത് ചെയ്യണതിന് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നല്ലൊരു റാങ്കിലേക്ക് വന്ന് ജോലി കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓരോ എക്സാമുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും അതിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും 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 എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഒന്നുമല്ല, ഫ്രഞ്ച് വിപ്ലവം ചോദിക്കും, അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷൻ ചോദിക്കും, അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുമുള്ള ചോദ്യങ്ങളായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, എല്ലാ എക്സാമുകളിലും വീണ്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചിന്തകര്, അതേപോലെ തന്നെ എന്താണ് അവരുടെ പുസ്തകങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. ഇന്ന് ചോദിച്ചേക്കണ ഇതാണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പ്രാവശ്യം വളരെ
എന്താണ് അവിടുത്തെ ആ ഒരു സമയത്ത് എന്താണ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ രണ്ടെണ്ണമാണ് പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആ ഒരു ഈ ഒരു മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവമാണെന്നുള്ളത് നമുക്കറിയാം. സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം, എനിക്ക് ശേഷം പ്രളയം. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചേക്കണത്. അപ്പോൾ നമുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അടുത്തൊരു എക്സാമിനും പ്രതീക്ഷിക്കാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ബാസിൽ ജയിൽ തകർക്കുന്ന സമയത്താണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി എന്ത് ചെയ്തത് പോയത്. അതേപോലെ തന്നെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് നമുക്കറിയാം ലൂയി 14, ലൂയി 15, ലൂയി 16 ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞതാണ്. അതേപോലെ തന്നെ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓപ്ഷനിൽ നിന്ന് നമുക്ക് ശരിയായവ തിരഞ്ഞെടുക്കാനും അതേപോലെ തന്നെ തെറ്റായവ കണ്ടെത്താനും സിമ്പിളായിട്ട് നമുക്ക് കഴിയുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്താണ്. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ആരാണ്? ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലൂയി 14. അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ ലൂയി 16 അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മേരി ആന്റോണിയറ്റ്. അതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. അതേപോലെ തന്നെ ഈ ഒരു മുദ്രാവാക്യം നമുക്കറിയാം, സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം. അത് തെറ്റാണ്. ആ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന റഷ്യൻ റവല്യൂഷനുമായിട്ട് ചെറുതായിട്ടൊരു സാമ്യമുള്ള ഒരു മുദ്രാവാക്യമാണ്. റഷ്യൻ റവല്യൂഷനിൽ പറഞ്ഞത് ഭൂമി, ആഹാരം, സമാധാനം എന്നാണ്. അപ്പോൾ ഇതും തെറ്റാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? ഇനിയുള്ള എക്സാമുകളിലും ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പറയുന്നതാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ഓൾറെഡി ചെയ്തു പോയതാണ്. അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മസമാജം, ആര്യ സമാജം, ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഓരോ സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവ സ്ഥാപിച്ചത് ആരാന്നുള്ളതും അതേപോലെ തന്നെ ആ ഡേറ്റ് എന്നാന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. അടുത്തതാണ് ഗാന്ധിജിയും സമരങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇല്ലാത്ത സ്റ്റേജ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് ഗാന്ധിജിയുടെ സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാന്നുള്ളതാണ്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഉപ്പു സത്യാഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും PSC എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചമ്പാരൻ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഇതൊക്കെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തേണ്ട ചോദിച്ചേണ്ട. അപ്പോൾ അതൊന്ന് നോക്കി എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് ഇന്ത്യയിലെ തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും. അത് കഴിഞ്ഞ എക്സാമിന് നിങ്ങൾ കണ്ടതാണ്. ഏതൊക്കെ തുറമുഖങ്ങൾ? കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഏത് തുറമുഖം? കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യുക? അതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്തായാലും ചോദിക്കാം, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? അപ്പോൾ എല്ലാ തുറമുഖങ്ങളും, വടക്കുള്ള തുറമുഖങ്ങൾ ഏതൊക്കെയാണ്, തെക്കുള്ള തുറമുഖങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഓരോന്നും എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ പറയുന്ന പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അതുമായി ബന്ധപ്പെട്ട ഇയറുകളും എന്ത് ചെയ്യുക? പഠിക്കുക. എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതും. ഇനി അടുത്തതാണ് ഒളിമ്പിക്സ് മത്സരങ്ങളും അതേപോലെ തന്നെ മെഡൽ ജേതാക്കളും. അതിൽ ഇന്ത്യയിൽ നിന്നും ആദ്യം വ്യക്തിഗത സ്വർണം നേടിയതാരാണ്? അത് ഏത് വർഷമാണ് ലഭിച്ചത്? അതേപോലെ തന്നെ ഏത് ഇനത്തിനാണ് എന്ത് ചെയ്തത്? ഈ പറയുന്നത് കിട്ടിയത്? അതേപോലെ ഏത് വ്യക്തിക്കാണ് കിട്ടിയത്? അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? അത് ഉറപ്പായിട്ടും പഠിക്കുക. അടുത്തതാണ് പഞ്ചവത്സര പദ്ധതികളും ലക്ഷ്യങ്ങളും. ഓരോ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചും നമ്മൾ ക്ലാസ് പോയിട്ടുണ്ട്. അപ്പോൾ എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടന്നത്? അപ്പോൾ അതിൻ്റെ ഡേറ്റ് എന്നാന്നുള്ളത്, അതേപോലെ തന്നെ അത് ഏത് മോഡലിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ്, അത് ഏത് മോഡൽ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, അതേപോലെ തന്നെ അങ്ങനെ ഓരോന്നും. അഞ്ചാം പഞ്ചവത്സര പദ്ധതി മിക്കവാറും ചോദിക്കാൻ ഇനി ഒരു ചാൻസ് ഉള്ളതാണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്? അല്ലെങ്കിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം.
അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നീതി ആയോഗും അതിൻ്റെ സവിശേഷതകളും. ആദ്യം മുതൽ തന്നെ ചോദിച്ചു തുടങ്ങിയേക്കുന്നതാണ് നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്, അതേപോലെ തന്നെ എന്താണ് നീതി ആയോഗിന്റെ ആദ്യത്തെ എന്താണ് CEO ആരാണ്, ആദ്യത്തെ ചെയർമാൻ ആരാണ്, ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്, അതേപോലെ തന്നെ എന്താണ് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണ്. അപ്പൊ അങ്ങനെ കുറേ സംഭവങ്ങൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന LPG ആണ്, അതായത് ലിബറൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. അടുത്തത് ഇന്ത്യൻ ബാങ്കിങ് മേഖലകളാണ്. ഇന്ത്യൻ ബാങ്കിങ് മേഖലകൾ ഉറപ്പായിട്ടും ചോദിക്കാം. RBI ചോദിക്കാം, RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ, അതേപോലെ തന്നെ ഉള്ള RBI ഗവർണർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് വരുന്ന ടോപ്പിക്കാണ് ഹരിത വിപ്ലവം. നമുക്കറിയാം, സ്റ്റേജ് 1 ചോദിച്ചു, 2 ചോദിച്ചു, 3, 4, 5, 6 എല്ലാത്തിലും വന്നിട്ടുണ്ട് ഹരിത വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ പ്രാവശ്യവും എന്ത് ചെയ്യാം, ചോദിക്കാം. ഇനി മിക്കവാറും ചോദിക്കുന്നത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ എന്നാണ് അന്തരിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇന്ത്യൻ വ്യവസായത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷ്യവിളകളും അതിൽ ഇന്ത്യയുടെ സ്ഥാനവും. അപ്പോൾ ഗോതമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, അതേപോലെ തന്നെ എന്താണ് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്. അപ്പോൾ ഇന്ത്യൻ വ്യവസായങ്ങളും അവയിൽ ഇന്ത്യ, ഓരോ സംസ്ഥാനങ്ങളും ഏത് രീതിയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എത്രാമതാണ് ഭക്ഷ്യവിളകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പാൽ ഉൽപാദനം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത് ചോദിക്കാം. വീണ്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പഠിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്താണ് നിലവിൽ PSC ചോദിച്ചു, അതേപോലെ തന്നെ എന്താണ് UPSC, അതേപോലെ തന്നെ നമുക്ക് എന്താണ് ന്യൂനപക്ഷ കമ്മീഷൻ, അതേപോലെ തന്നെ എന്താണ് പട്ടികജാതി, അങ്ങനെ ഏതൊരു കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതേപോലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അത് ഇനി വേണമെങ്കിൽ ചോദിക്കാം ഈ പറയുന്ന അടിയന്തരാവസ്ഥ, അതേപോലെ തന്നെ എന്താണ് 3 അടിയന്തരാവസ്ഥയാണ്, സാമ്പത്തിക അടിയന്തരാവസ്ഥ, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഇതൊക്കെ ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ കടമെടുത്ത ആശയങ്ങളും PSCക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്, അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ് എവിടെ നിന്നാണ് കടമെടുത്തത്, മൗലിക കർത്തവ്യങ്ങൾ ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത്, അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 എങ്കിലും എന്ത് ചെയ്യുക, എക്സാമിന് മുന്നേ കാണാപ്പാഠം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ചോദിക്കാം. താഴെ പറയുന്ന വെയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്, കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഇല്ലാത്ത താഴെ പറയുന്ന വില ഏതാണ്. അപ്പോൾ ഏത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതൊന്ന് നോക്കുക. UPSC അംഗങ്ങളുടെ കാലാവധി, അതേപോലെ തന്നെ എന്താണ് ചെയർമാൻ ആരാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷനെ നോക്കുക, അതേപോലെ തന്നെ എന്താണ് ധനകാര്യ കമ്മീഷണർ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നോക്കുക. അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും വകുപ്പുകളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ റീസെന്റ് ആയിട്ടും വീണ്ടും എന്ത് ചെയ്തേണ്ട ആ ചോദ്യങ്ങളിലൂടെ PSC പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഉറപ്പായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ത് ചെയ്തേണ്ടത്, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2-ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു, നീതി ആയോഗ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ഉദാരവൽക്കരണം LPG അത് നമ്മൾ പറഞ്ഞു, അത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഹരിത വിപ്ലവം വെരി വെരി ഇമ്പോർട്ടൻ്റ്, പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം ചോദിച്ചു, ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചു, അതേപോലെ തന്നെ എന്താണ് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചുള്ളത് ചോദിച്ചു. അപ്പോൾ അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഈ പറയുന്ന ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ളത്, അതേപോലെ കേന്ദ്ര മന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ്. അപ്പോൾ എന്താണ് കേന്ദ്ര മന്ത്രിസഭ ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, ഒരു മാർക്ക് അതിൻ്റെ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ അത് കേന്ദ്ര മന്ത്രിസഭയും അവരുടെ വകുപ്പുകളും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തേണ്ട നിലവിൽ കറക്റ്റായിട്ട് ചെയ്തു പോയേക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കി എന്ത് ചെയ്യുക, ഓടിച്ചു വിട്ടേക്കുക. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാന ഭരണഘടനാ ഭേദഗതികളും കടമെടുത്ത ആശയങ്ങൾ നമ്മൾ പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അവയുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ. ഓക്കെ. ഇനി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്, അതേപോലെ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിക്കാം, വിവരാവകാശ കമ്മീഷൻ എന്താണ് നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ബയോളജി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ മനുഷ്യ മസ്തിഷ്കവും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ പറയുന്ന സെറിബം, അതേപോലെ തന്നെ സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്, തലാമസ്, അങ്ങനെ ഓരോന്നിനെ കുറിച്ചും അതേപോലെ തന്നെ അവയുടെ ധർമ്മങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഒരു മാർക്ക് അവിടെ വീഴും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെ വൈറ്റമിൻസ് ആണ്, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ B1, അപ്പോൾ അങ്ങനെയുള്ള ഓരോന്നും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു ബാക്ടീരിയ രോഗങ്ങളില്ലാത്ത അല്ലെങ്കിൽ വൈറസ് രോഗങ്ങളുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, പഠിക്കുക. DYSP, അമ്മച്ചിക്ക്, ഹൈഡ്രോഫോബിയ, അതാണ് വൈറസ് രോഗങ്ങളുടെ കോഡ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോഡായിട്ട് തന്നെ നമ്മുടെ ഷോർട്സിലൊക്കെ വിട്ടു പോയേക്കണതാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കണ നിയമനങ്ങൾ. അതേപോലെ തന്നെ 2023 നോബൽ പ്രൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, രസതന്ത്രം, ഫിസിക്സ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇനി സാമ്പത്തിക ശാസ്ത്രമുണ്ട്, അതേപോലെ തന്നെ സമാധാനത്തിൻ്റെ ഉണ്ട്, അതേപോലെ സാഹിത്യത്തിൻ്റെ ഉണ്ട്. ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. PH മൂല്യം ഇന്ന് ഏറ്റവും കൂടുതൽ PSCക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, അത്രത്തോളം പ്രിയപ്പെട്ടതാണ് PH മൂല്യം. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡിൻ്റെ വരെയും എക്സാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരെയും PH വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഇനി നാടൻ കലകളും അവയുടെ ഉത്ഭവവും, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി, ഭയങ്കര ഹെവി ആയിട്ടൊന്നും നോക്കണ്ട. കാരണം എന്താണ്, അതിൻ്റെ അകത്തുനിന്ന് വേണ്ട പോയിന്റ്സ് മാത്രം എടുക്കുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തേക്കുക, സ്കിപ്പ് ചെയ്തേക്കുക. ഓക്കെ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ. ഭയങ്കര ഡെപ്തിലേക്കൊന്നും പോകണ്ട, കാരണം അതിനുള്ള സമയമൊന്നുമില്ല. ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്തണം. അത്രയും മാത്രം മതി. ഓക്കെ. ഇനി പ്രശസ്ത സാഹിത്യകാരന്മാരും അവരുടെ തൂലികാനാമവും, അത് ഒന്നെങ്കിൽ മലയാളത്തിലേക്ക് കയറ്റിയിടാം, അല്ലെങ്കിൽ ഈ പറയുന്ന കലാകായികം സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു എന്താണ് ടോപ്പിക്കിലേക്കും വരാം. അപ്പോൾ ഏതിലേക്കാണ് PSC ഇടുന്നതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഒരു മാർക്ക് അവിടെ പ്രതീക്ഷിക്കാം. പ്രധാനപ്പെട്ട അക്കാദമികളും അവ സ്ഥാപിതമായ വർഷവും. ഇപ്പോൾ കേരള ലളിതകലാ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, അതേപോലെ തന്നെ എന്താണ് കേരള ചലച്ചിത്ര അക്കാദമി, അങ്ങനെ ഏതെങ്കിലും ഒരു അക്കാദമിയുടെ എന്താണ് മിക്കവാറും ഈ ഒരു എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. IT ആക്ട് പ്രധാനപ്പെട്ടവ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IT ആക്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 2000 ഒക്ടോബർ 17 കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ആക്ടുകൾ, അതേപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എല്ലാ എക്സാമിനും എന്ത് ചെയ്യാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ലാൻ എന്താണ്, മാൻ എന്താണ്, വാൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണ്, അതേപോലെ തന്നെ എന്താണ് ഓരോ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്, റെയിൽവേയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്, അതേപോലെ തന്നെ എന്താണ് ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏത് നെറ്റ്വർക്കാണെന്നുള്ളത് ചോദിക്കാം, ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമം ഇമ്പോർട്ടൻ്റ് ആണ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതേപോലെ തന്നെ പോക്സോ നിയമം. ഇത്രയും കാര്യങ്ങൾ GK എന്ന് പറയുന്ന ഒരു കാര്യത്ത് നിങ്ങൾ സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടൂടാ? ഏകദേശം നമുക്ക് GK എന്ന് പറയുന്നത് 70 മാർക്കാണ് വരുന്നത്. ആ 70 മാർക്കിൽ നമുക്കൊരു 45 to 55 മാർക്കിലേക്ക് വരെ എത്താവുന്ന GK പോയിന്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് നിങ്ങൾക്കൊരു റാങ്ക് അടിക്കാൻ പറ്റുന്ന എന്താണ് ടോപ്പിക്സ് ആണ് ഇത്രയും കാര്യങ്ങൾ. അത് നിങ്ങൾ ഈ പറയുന്ന ഒരു എന്താണ് ഈ നമുക്കൊരു 10th ലെവല് വരുന്ന എല്ലാ എക്സാമുകൾക്കും ഇനി എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ഇത് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിൽ പോലും ഇതേപോലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് വളരെ കൃത്യമായി തന്നെ പഠിച്ചിട്ട് വേണം GK പോർഷനിൽ ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഏകദേശം നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഒരു 45 to 50 മാർക്കിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് അവിടെ ഒന്ന് നിങ്ങളുടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗം ഒന്ന് സേഫ് ആക്കുക. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ വന്നേക്കുന്നതാണ് ശതമാനം, കോർ സബ്ജക്റ്റിൽ ശതമാനം, അതേപോലെ തന്നെ അംശബന്ധവും അനുപാതവും, സമയം, അതേപോലെ തന്നെ വയസ്സ്, കലണ്ടർ, ക്ലോക്കിലെ കോണളവ് ഏതാണെന്നുള്ളത് 30h-11/2. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക. വളരെ സിമ്പിളാണ്, ഒറ്റ മാർക്ക് ചുമ്മാ എന്താണ് കൈയും പൂട്ടി നമുക്ക് കിട്ടും. രക്തബന്ധം കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ബ്ലഡ് റിലേഷൻ, ഇത്രയും കാര്യങ്ങൾ എന്താണ് എല്ലാ എക്സാമുകളിലും എന്ത് ചെയ്തേണ്ട, സ്റ്റേജ് 1 to സ്റ്റേജ് 6 എന്ത് ചെയ്തേണ്ട, ആവർത്തിച്ചേണ്ട. ഇനി ഇംഗ്ലീഷിലേക്ക് പോവാണെങ്കിൽ നെയ്തർ ഓർ, എയ്തർ ഓർ, ഇഫ് ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ്, സ്പെല്ലിംഗ് ചെക്ക്,
അതേപോലെ മലയാളത്തിൽ ശരിയായ അർത്ഥം, വിപരീത പദം എഴുതുക, ഒറ്റപ്പദം, സ്ത്രീലിംഗം, പിരിച്ചെഴുത്ത്, ശൈലി, പഴഞ്ചൊല്ല്. ഇത്രയും കാര്യങ്ങൾ ഏകദേശം 55ഓളം ടോപ്പിക്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇനി ഉള്ള ദിവസങ്ങളിൽ, ഇപ്പം നമുക്കറിയാം എന്തായാലും ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഇനി നിങ്ങൾക്കുള്ളത് അവശേഷിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10ഓളം ദിവസങ്ങൾ മാത്രമാണുള്ളൂ. ഈ 10 ദിവസം നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് അടുത്തൊരു ദിവസം എക്സാമിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത്രയും ടോപ്പിക്സ് എങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിലവിൽ ഹോട്ട് ടോപ്പിക്സ് എന്താണ്, റാപ്പിഡ് റിവിഷൻ എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടാവത്തില്ല. അത് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ 2021-24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സെഷനാണ് ഈ 75 ഹോട്ട് ടോപ്പിക്സ്. 75 ഹോട്ട് ടോപ്പിക്സും അതിൻ്റെ അനുബന്ധ വസ്തുക്കളുമാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ റിവിഷനാണ് റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും 55 പോയിന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയും ഹോട്ട് ടോപ്പിക്സ് ആണ്. കാരണം ഇത് ഞാൻ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ എന്താണ് കഴിഞ്ഞ സ്റ്റേജ് 1 മുതൽ 6 വരെയുള്ള എക്സാമുകളിൽ ആവർത്തിച്ച എന്താണ് ടോപ്പിക്സ് ആണ് ഇത്രയും പറഞ്ഞത്. അതായത് ഏകദേശം 37ഓളം ടോപ്പിക്സ് ആണ് ഇതിൻ്റെ അകത്ത് GK പോർഷനിൽ വരുന്നത്. ഓക്കെ, 37ഓളം ടോപ്പിക്സ്. ഇത്രയും കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, ഇപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ 25 പേജ് 30 പേജോളം പഠിക്കാനുണ്ട്. സാമൂഹിക പരിഷ്കരണ, മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതേപോലെ സ്ഥാപകർ എന്ന് പറയുമ്പോഴും വരുന്നുണ്ട് 40ഓളം പേജസ്. അത്രയൊന്നും നമുക്ക് പഠിക്കേണ്ട. എന്താണോ ഇപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത് എന്നാണ്, ഏത് കാലഘട്ടത്തിലാണ്, അന്നേരം ഭരിച്ചിരുന്ന രാജാവ് ആരാണ്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശസ്ത ചിന്തകരാരാണ്, വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ, അതേപോലെ തന്നെ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ആരാണ്, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം നമുക്കറിയാം. ഷോർട്ട് നോട്ടായിട്ട് നമ്മളൊക്കെ എഴുതുകയാണെങ്കിൽ ഏകദേശം ഒരു 12-20 പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ടോപ്പിക്സ് അവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അത് എന്ത് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാവുന്ന സമയം മൊത്തം ഇതിലേക്ക് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ ഈ 10 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾക്ക് മാറ്റിമറിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ട് ഏകദേശം 37ഓളം ടോപ്പിക്സ് ആണ്. ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, അതായത് കാതൽ എന്നൊക്കെ നമ്മൾ പറയില്ല ഒരു മരത്തിൻ്റെ ഒക്കെ, അതേപോലെ അതിൻ്റെ വേണ്ടത് മാത്രം എടുത്തുകൊണ്ട് ഞാൻ സിമ്പിളാക്കി ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു മാരത്തോൺ പോലെ അങ്ങ് ചെയ്ത് അങ്ങ് സെറ്റാക്കാം. അപ്പോൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇനിയും ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങാത്തൊരു ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് ശരിയല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ടെൻഷൻ ഉള്ളവരാണെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ പഠിക്കുന്ന ആൾക്ക് പോലും ഒരു 50 മാർക്കിലേക്കും, ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു ക്വിക്ക് റിവിഷനിലൂടെ ഏകദേശം ഒരു 65-70 മാർക്കിലേക്ക് എത്താനും പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.